നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സത്യവാചകം ചൊല്ലിക്കൊടുത്ത് രാഷ്ട്രപതി. മോദി ഉൾപ്പെടെ അധികാരമേറ്റത് 72 അംഗ മന്ത്രിസഭ. രണ്ടാമനായി സത്യവാചകം ചൊല്ലിയത് രാജ്നാഥ് സിംഗ്. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിന് സാക്ഷിയായി വിദേശ രാഷ്ട്രത്തലവന്മാരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും. ചടങ്ങിൽ പങ്കെടുത്ത് കോൺഗ്രസ്. രണ്ടാം മോദി സർക്കാരിലെ പ്രധാന ബി.ജെ.പി. നേതാക്കൾ പുതിയ മന്ത്രിസഭയിലും. അമിത്ഷായും നിർമ്മലാ സീതാരാമനും നിതിൻ ഗഡ്കരിയും എസ് ജയശങ്കറും സുപ്രധാന വകുപ്പുകളിൽ തുടരും. പാർട്ടി അധ്യക്ഷ കാലാവധി പൂർത്തിയാക്കിയ ജെ.പി. നദ്ദയും മന്ത്രിസഭയിൽ. ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളും ചുമതലയേറ്റു. പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിന് ഇരട്ടി മധുരം. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ആഘോഷമാക്കി കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകർ. ജെ.ഡി.യു, ടി.ഡി.പി. ഉൾപ്പെടെ ഘടകകക്ഷികളിൽ നിന്നായി 12 മന്ത്രിമാർ. ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനെ തുടർന്ന് മന്ത്രിസഭയിൽ അംഗമാകാതെ എൻ.സി.പി. അജിത് പവാർ വിഭാഗം. എൽ മുരുകൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏക കേന്ദ്രമന്ത്രി. മന്ത്രിസഭയിൽ 30 ക്യാബിനറ്റ് മന്ത്രിമാരും 36 സഹമന്ത്രിമാരും. സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ. 24 സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാതിനിധ്യം. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിലും ജില്ലാ കമ്മിറ്റി ഓഫീസിലെ കൂട്ടത്തല്ലിലും കടുത്ത നടപടിയുമായി കോൺഗ്രസ്. ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ രാജി ആവശ്യപ്പെട്ടെന്ന് സൂചന. യു.ഡി.എഫ്. ചെയർമാൻ സ്ഥാനത്ത് നിന്ന് എം.പി. വിൻസെന്റിനെ ഒഴിവാക്കിയേക്കും. പ്രതിരോധിച്ച് കെ മുരളീധരൻ. കോഴിക്കോടും കെ മുരളീധരനെ പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡുകൾ. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറണമെന്ന് CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ ആവശ്യം. അത് പറയാനുള്ള ആർജവം CPI കാണിക്കണം. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമെന്നും വിമർശനം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന ആരോപണം തള്ളാതെ CPI. പരിശോധിക്കുമെന്നും തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുമെന്നും CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ 24-നോട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തിന് മറുപടിയുമായി ഗീവർഗീസ് മാർ കൂർലോസ്. മെത്രാനായ ശേഷം ചുവപ്പ് ലോഹയിട്ട് കമ്മ്യൂണിസ്റ്റായി പ്രഖ്യാപിച്ചതാണോ വിവരദോഷമെന്ന് ചോദ്യം. മൂലമ്പള്ളി ചെങ്ങറ സമരങ്ങളിൽ പോരാളിയായതാണോ വിവരദോഷമെന്നും ഫേസ്ബുക്ക് കുറിപ്പ്. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേര് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും. നീക്കം പാർട്ടിക്കുള്ളിലെ കടുത്ത എതിർപ്പ് തള്ളി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നാളെ തുടങ്ങും. 28 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ ആദ്യ ദിനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനുള്ള ബിൽ അവതരിപ്പിക്കും. ബാർക്കോഴ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സമ്മേളനം പ്രക്ഷുബ്ധമാകാൻ സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടു. കേരള തീരത്ത് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ. ഡാം തുറന്നത് ജലനിരപ്പ് ക്രമീകരിക്കാൻ. ആര്യങ്കോട്, കാട്ടാക്കട, മാറനല്ലൂർ, നെയ്യാറ്റിൻകര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഈനാട് ഗ്രൂപ്പ് MD-യും രാമോജി ഫിലിം സിറ്റി സ്ഥാപകനുമായ രാമോജി റാവുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ഫിലിം സിറ്റിയിലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് 10,000. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഘത്തെ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴിയാണെന്ന് അവയവദാനത്തിനിരയായ പാലക്കാട് സ്വദേശി ഷമീറിന്റെ മൊഴി. ഷമീറിനെ ഇറാനിലേക്ക് അയച്ചത് കേസിലെ മുഖ്യ സൂത്രധാരൻ ബല്ലം രാമപ്രസാദ് ഗോണ്ട. ഷമീറിനെ കേസിൽ മാപ്പുസാക്ഷിയാക്കും. 24 എക്സ്ക്ലൂസീവ്. വയനാട് മൂലങ്കാവ് സ്കൂളിൽ റാഗിങ്ങിനിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കേസെടുത്ത് ബത്തേരി പോലീസ്. 6 വിദ്യാർത്ഥികളെ പ്രതി ചേർത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥിനെ സഹപാഠികൾ മർദ്ദിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള തുക നിശ്ചയിക്കുന്നതിൽ മാറ്റം വരുത്തിയ സംസ്ഥാന സർക്കാർ. നിലവിലുള്ള സ്ലാബ് സമ്പ്രദായം ഒഴിവാക്കി കേന്ദ്രം നിശ്ചയിച്ച നിരക്കിൽ തുക നൽകും. പാലും മുട്ടയും പദ്ധതിക്കായി പ്രത്യേകം തുക അനുവദിക്കാനും തീരുമാനം. UP ക്ലാസുകളിലേക്കുള്ള തുക വർദ്ധിപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി 24-നോട്. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷം. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് കാത്തിരിക്കുന്നത് 46,053 വിദ്യാർത്ഥികൾ. മെറിറ്റിൽ അവശേഷിക്കുന്നത് 13,814 സീറ്റുകൾ മാത്രം. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ബുധനാഴ്ച.
സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട ജീവനക്കാരിയെ സംരക്ഷിച്ച വിദ്യാഭ്യാസ വകുപ്പ് 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തിട്ടും വിവരം പോലീസിന് കൈമാറിയില്ല. പെൻഷൻ പദ്ധതിയിലേക്കുള്ള ജീവനക്കാരന്റെ വിഹിതം തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നും ക്ലർക്കായ CR അനുഷ്കയ്ക്കെതിരെ പരാതി. സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പ് 24-ന്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വീണ്ടും സമരത്തിനൊരുങ്ങി CITU. നാളെ മുതൽ സെക്രട്ടേറിയറ്റ് ധർണയുമായി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ. പരിഷ്കരണത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിൽ ഗതാഗത വകുപ്പ്. കൊല്ലം ക്ലാപ്പനയിൽ തെരുവുനായയുടെ കടിയേറ്റ് 20 പേർക്ക് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നായയെ പിടികൂടി. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 3 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം കോഴിക്കോട് KSRTC ലോ ഫ്ലോർ ബസ്. ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. പ്രതിമ പുനഃസ്ഥാപിക്കാമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചതായി മന്ത്രി K രാജൻ. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും പ്രതിമ തകർന്നതിന്റെ പേരിൽ വിദ്വേഷ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി K രാജൻ. മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറിയുടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ പോലീസുകാരൻ ഒളിവിൽ തുടരുന്നു. കേസെടുത്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും വളാഞ്ചേരി സ്റ്റേഷനിലെ SHO സുനിൽ ദാസിനെ പിടികൂടാനായില്ല. പോലീസുകാർ ചേർന്ന് തട്ടിയെടുത്തത് 22 ലക്ഷം രൂപ. സംസ്ഥാനത്ത് പൊളിക്കാനുള്ള സർക്കാർ വാഹനങ്ങൾക്കും കേസിൽപ്പെട്ട വാഹനങ്ങൾക്കും വിലയിടാൻ മോട്ടോർ വാഹന വകുപ്പിന് അനുമതി. 10,000 വാഹനങ്ങൾ വിലയിട്ട് പൊളിക്കൽ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ സർക്കാർ നീക്കം. അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർക്കാണ് വിലയിടാനുള്ള ചുമതല. വ്യവസ്ഥകളൊന്നും പാലിക്കാതെയാണ് TP കേസ് പ്രതികൾക്ക് കൂട്ടപ്പരോൾ നൽകിയതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമത്തിനുമേൽ പറക്കുന്ന പക്ഷികളായി ഒരു കൂട്ടർ നിൽക്കുന്നു. ജയിൽ മാനുവലിന്റെ ലംഘനമാണ് നടന്നത്. രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് പിന്നിലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ഭീകരാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഭീകരർ വെടിയുതിർത്തത് തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെ. നിയന്ത്രണം വിട്ട വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു. വനംവകുപ്പ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ കേസെടുത്ത് പത്തനംതിട്ട ചിറ്റാർ പോലീസ്. CPIM പ്രവർത്തകരടക്കം 12 പേർ പ്രതികൾ. കേസെടുത്തത് കൊച്ചുകോയ്ക്കൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് കുമാറിന്റെ പരാതിയിൽ. അങ്കമാലി പറക്കുളത്ത് പൊള്ളലേറ്റ് മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രൽ സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ BJP പ്രതിനിധി വിജയിച്ചു. കോഴിക്കോട് മാങ്കോ ഡയറക്ടർ AK അനുരാജാണ് ജനറൽ വിഭാഗത്തിൽ വിജയിച്ചത്. ഇതാദ്യമായാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു BJP പ്രതിനിധി സിൻഡിക്കേറ്റിലെത്തുന്നത്. സംസ്ഥാന പാതയിലെ പൊതുഗതാഗതം തടഞ്ഞ് കോഴിക്കോട് NIT ബോർഡ് സ്ഥാപിച്ചതിൽ ഈ മാസം 15-ന് NITയിലേക്ക് മാർച്ച് നടത്തും. നാളെ NIT ഡയറക്ടർക്ക് നിവേദനം നൽകും. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. എറണാകുളം അങ്കമാലിയിൽ കാറിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. തീ കണ്ട ഉടനെ ഡ്രൈവർ പുറത്തിറങ്ങി. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് കൂട്ടധർണയുമായി ഫെഡറൽ ബാങ്ക് ജീവനക്കാർ. പ്രതിഷേധം ഫെഡറൽ ബാങ്കിലെ വിവിധ വകുപ്പുകളിലെ ഒഴിവുകൾ നികത്തുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, കരാർ നിയമനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ബാങ്കിന്റെ കോഴിക്കോട് സോണിലെ വിവിധ ശാഖകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു. P. ഉബൈദുള്ള MLA ധർണ ഉദ്ഘാടനം ചെയ്തു. വയനാട് അമ്പലവയൽ മഞ്ഞപ്പാറയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞതോടെ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. വാഴപ്പിള്ളിത്തട്ടിൽ ചാർലിയാണ് മരിച്ചത്. തൃശൂർ ചേലക്കരയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ 20 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. പത്തുകുടി മുഹമ്മദ് ഇസ്മായിലാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് വനംവകുപ്പ് ജീവനക്കാരനെ ഓഫീസ് വളപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറാണ് സംഭവം. ഉടമലക്കൽ പനക്കോട് സ്വദേശി ശരത്താണ് മരിച്ചത്. BDK തിരൂരങ്ങാടി താലൂക്കും ബഷീർ മെമ്മോറിയൽ ചാരിറ്റി കണ്ണമ്പാറ ഒതുക്കുങ്ങലും സംയുക്തമായി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 55 പേർ രക്തം ദാനം ചെയ്തു. പാലക്കാട് കൊല്ലങ്കോട് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. ചീരണി കൊശവൻകോട് പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിലെ കരാറുകൾ നൽകാൻ യോഗ്യതാ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അട്ടിമറിച്ചതായി ആരോപണം. ടെക്നിക്കൽ ഇവാലുവേഷൻ കമ്മിറ്റി യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയ ഏജൻസികൾക്കാണ് ഇളവ് അനുവദിച്ച് കരാർ നൽകിയത്. മലപ്പുറത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 50 ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നുമായി ദമ്പതികളടക്കം 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. മലപ്പുറം വട്ടംകുളം പഞ്ചായത്തിൽ ശുചിത്വം നമുക്കൊരു ശീലമാക്കാം ക്യാമ്പയിന് തുടക്കമായി. മഴക്കാലത്ത് വൃത്തിയുള്ള ഭക്ഷണവും ശുദ്ധമായ
കുടിവെള്ളം ലഭ്യമാക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. മൂന്നാറിൽ കാട്ടാന ആക്രമണം, പലചരക്ക് കട തകർത്തു. ആക്രമണമുണ്ടായത് ചൊക്കനാട് എസ്റ്റേറ്റിലെ പുണ്യവേലിന്റെ കടയ്ക്ക് നേരെ. കൊല്ലം ആശ്രാമം മൈതാനത്ത് അപകട ഭീഷണി ഉയർത്തി വൻ മരങ്ങൾ. അപകടക്കണിയായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. പന്തളം മാവേലിക്കര റോഡിൽ വാഹനാപകടം. സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് തുമ്പമൺ സ്വദേശി അരുൺ. ദേശീയ സേവാഭാരതി എറണാകുളം ജില്ലാ പെരുമ്പാവൂർ വ്യാസ വിദ്യാനികേതൻ സ്കൂളിൽ പാലിയേറ്റീവ് പ്രോഗ്രാം ട്രെയിനിംഗ് കോഴ്സ് സംഘടിപ്പിച്ചു. നാഷണൽ ആയുഷ് ട്രെയിനിംഗ് കോഴ്സ് ദേശീയ വൈസ് പ്രസിഡന്റ് ബി രാധാകൃഷ്ണ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ദേശീയ സേവാഭാരതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബി രാജീവ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി എം രാജീവ് പാലിയേറ്റീവ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചു. തൃശൂരിൽ കതിന പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മരിച്ചത് ഒളരിക്കര ദേവസ്വം ജീവനക്കാരൻ അവണിശ്ശേരി സ്വദേശി ഗിരിജൻ. ഒളരിക്കര ക്ഷേത്രത്തിൽ ആചാരവെടി പൊട്ടിക്കുന്നതിനിടെയായിരുന്നു അപകടം. കാലടി സംസ്കൃത സർവകലാശാല യൂണിയൻ കലോത്സവം ഈ മാസം 11, 12, 13 തീയതികളിൽ നടക്കും. ചൊവ്വാഴ്ച പകൽ 11 മണിക്ക് കലോത്സവത്തിന് തിരിതെളി. പെരുമ്പാവൂർ ഐമുറിക്കവല പൂപ്പാനി റോഡിന്റെ നിർമ്മാണം ഇഴയുന്നു. റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ വേണമെന്ന ആവശ്യം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കേരള NGO യൂണിയൻ പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി PWD ഓഫീസ് പരിസരം ശുചീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് NM രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തിരികെ 100 ന്യൂസിലേക്ക് ഇനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ഡോക്ടർ സ്റ്റാഫ് നഴ്സ് താൽക്കാലിക തസ്തികയിൽ നിയമനം നടത്തുന്നു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 29. കോഴിക്കോട് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ലാബ് അസിസ്റ്റന്റ് അറ്റൻഡറെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 12 രാവിലെ 11:30 ആശുപത്രി ഓഫീസിൽ. കേരള കാർഷിക സർവകലാശാലയിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 11 വരെ അപേക്ഷിക്കാം. വിശദാംശങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ. കാലടി സംസ്കൃത സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന 4 വർഷ ബിരുദം, BFA, ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഈ മാസം 12 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ദേശീയ വാർത്തകൾ. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ജിരിബാം ജില്ലയിൽ 30 വീടുകളും 2 പോലീസ് ഔട്ട്പോസ്റ്റുകളും കത്തിച്ചു. ജില്ലയിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചു. ഡൽഹിയിൽ ചൂട് കൂടുന്നു. താപനില 41.4 ഡിഗ്രി രേഖപ്പെടുത്തി. ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ് നോയിഡയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ യുവാവിന് 15 വർഷം തടവ്, 55,000 രൂപ പിഴയും ചുമത്തി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2017. മുംബൈയിൽ വൻ സ്വർണ്ണവേട്ട. 5 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം പിടികൂടി. സ്വർണത്തിനോടൊപ്പം കടത്താൻ ശ്രമിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളും കസ്റ്റംസ് പിടിച്ചെടുത്തു. രാജസ്ഥാനിലെ ഉദയ്പൂരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ മാസം മാത്രം എത്തിയത് 1,00,000-ലധികം വിനോദസഞ്ചാരികൾ. ഒഡീഷയിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നവീൻ പട്നായിക്കിന്റെ അടുത്ത അനുയായി പാർട്ടി വിട്ടു. രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതായി VK പാണ്ഡ്യൻ. BJDക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ രാജിവെക്കുമെന്ന് പാണ്ഡ്യൻ പ്രഖ്യാപിച്ചിരുന്നു. മുംബൈ വിമാനത്താവളത്തിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ മറ്റൊരു വിമാനം അതേ റൺവേയിൽ ലാൻഡ് ചെയ്തു. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്തത്. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് DGCA. കനത്ത മഴയിൽ മുംബൈ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. സിന്ധുദുർഗിൽ റെഡ് അലർട്ട്. രത്നഗിരിയിൽ ഓറഞ്ചും, താനെ, റായ്ഗഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും. ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിൽ പാറ തലയിൽ വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി അക്ഷത് ദേവ്. നോക്കാം രാജ്യാന്തര വാർത്തകൾ. റഷ്യയുടെ ഭീഷണി അവഗണിച്ച മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ യുക്രൈൻ സേനയ്ക്ക് നൽകാൻ ഫ്രാൻസ്. യുദ്ധവിമാനങ്ങൾ ഉടൻ യുക്രൈന് കൈമാറാനാണ് നീക്കം. ഹെയ്തിയുടെ പുതിയ ഇടക്കാല പ്രധാനമന്ത്രി ഗാരി കൊണിലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസമുട്ടലിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിസാരഹിത പ്രവേശനം പ്രഖ്യാപിച്ച് തായ്ലൻഡ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള 93 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് 2 മാസത്തെ വിസാരഹിത പ്രവേശനം. തുറമുഖത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഗസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണം പുനരാരംഭിച്ച US സൈന്യം. കടൽക്ഷോഭത്തിലാണ് താൽക്കാലിക തുറമുഖം തകർന്നത്. ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം. 4 പേർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്കേറ്റു. സെൻട്രൽ ഗസയിലെ നുസ്രത്ത് ക്യാമ്പിന് നേരെ
ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഈജിപ്ത്. മനുഷ്യാവകാശങ്ങളുടെ ലംഘനമെന്ന് ഈജിപ്ത്. ആക്രമണത്തിൽ 150-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ വിമതർ 38 സിവിലിയന്മാരെ കൊലപ്പെടുത്തി. സംഭവം വടക്കൻ കിവു പ്രവിശ്യയിൽ. പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ സ്ഫോടനം. 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ന്യൂസിലേക്ക് വീണ്ടും ഇനി കായിക വാർത്തകൾ. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ 120 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ 119-ന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ 1 വിക്കറ്റിന് 32 റൺസ് പിന്നിട്ടു. കാർലോസ് അൽക്കാരസ് ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻ. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചു. അൽക്കാരസിന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണിത്. ആകെ 3ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ ചെന്നൈയിന്റെ ലെഫ്റ്റ് ബാക്കായ ആകാശ് സംഗ്വാനെ FC ഗോവ സ്വന്തമാക്കി. 3 വർഷത്തെ കരാറിലാണ് താരം ഗോവയിലേക്ക് എത്തുന്നത്. ബാഴ്സലോണ യുവതാരം മാർക്ക് കാസിഡോ കരാർ പുതുക്കും. 2027 ജൂൺ വരെ നീണ്ടു നിൽക്കുന്ന കരാറാകും ബാഴ്സലോണയിൽ ഒപ്പുവെക്കുക. ലാസിയോ താരം ലൂയിസ് ആൽബർട്ടോ ഖത്തർ ക്ലബായ അൽ ദുഹൈലിലേക്ക് ഈ ആഴ്ച താരം മെഡിക്കലിനായി ഖത്തറിലേക്ക് പോകും. ആർദ ഗുലർ റയൽ മാഡ്രിഡിൽ തന്നെ തുടരും. കഴിഞ്ഞ സീസണിൽ താരത്തിന് പരിമിതമായ കളിസമയം മാത്രമേ റയലിൽ ലഭിച്ചിരുന്നുള്ളൂ. ഇക്വഡോറിനെതിരായ മത്സരത്തിന് അവസാനവട്ട ഒരുക്കത്തിൽ മെസ്സിയും കൂട്ടരും. നാളെ രാവിലെ 4:30-ക്കാണ് അർജന്റീന ഇക്വഡോർ സൗഹൃദ മത്സരം. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. അമൽ നീരജ് ചിത്രം ബോഗെയിൻ വില്ലയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. കുഞ്ചാക്കോ ബോബനൊപ്പം ഫഹദ് ഫാസിലും ജ്യോതിർമയിയും പോസ്റ്ററിൽ. അമൽ നീരജ് പ്രൊഡക്ഷൻസും ഉദയ പിക്ചേഴ്സും സംയുക്തമായാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് ലക്ഷ്മി റായ്. TS സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന DNA എന്ന സിനിമയിലൂടെയാണ് വീണ്ടും മലയാള സിനിമയിലെത്തുന്നത്. ലക്ഷ്മി റായിയുടെ റേച്ചൽ പുന്നൂസ് എന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. വിജയ് പ്രധാന വേഷത്തിലെത്തിയ തുപ്പാക്കി റീ റിലീസിന് ഒരുങ്ങുന്നു. വിജയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് റീ റിലീസ്. ചിത്രം ഈ മാസം 21-ന് തിയേറ്ററുകളിലെത്തും. ബല്ലാത്ത ജാതി പാട്ടിന് വീണ്ടും ചുവടുവെച്ച് നീരജ് മാധവ്. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. രഞ്ജിത്ത് ലാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം മത്തിലെ ആദ്യ ഗാനം റിലീസായി. ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, ഐഷുക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ചിത്രം ഈ മാസം 21-ന് റിലീസ് ചെയ്യും. നോക്കാം വൈറൽ ട്രെൻഡ്സ്. പാട്ടുപാടുന്ന സംഘത്തിനൊപ്പം പോലീസുകാരൻ കൂടി. വീഡിയോ വൈറലാകുന്നു. അടിപൊളി ഡാൻസുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഡാൻസ് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. വൈറലായ ഒരു കുട്ടിപ്പാട്ടുകാരൻ. വീഡിയോ സൈബറിടത്ത് തരംഗമാകുന്നു. ഇനി ഫാക്ട് ചെക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്റ് മണ്ഡലമായ വാരാണസിയിൽ നിന്നുള്ളതാണെന്ന അവകാശവാദവുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. വാരാണസിയിലെ വികസനം എന്ന അടിക്കുറിപ്പോടെയാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ ചിത്രത്തിലുള്ളത് വാരാണസിയല്ല, ജർമ്മനിയിലെ ഒരു നഗരമാണ്. നോക്കാം നാളത്തെ വാർത്തകൾ. തിരുവനന്തപുരം പേട്ട പള്ളിമുക്ക് ഭാഗം മുതൽ കണ്ണമൂല വരെയുള്ള ഭാഗത്ത് നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. മാനന്തവാടി നഗരസഭയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ. സ്വയം തൊഴിൽ സംരംഭത്തിന്റെ ഭാഗമായി 550 വനിതകൾക്ക് 40 ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യും. കേറ്ററ്റ് പരീക്ഷ ഹാൾ ടിക്കറ്റ് നാളെ മുതൽ ലഭ്യമാകും. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള നോളജ് ഇക്കോണമി മിഷൻ നാളെ തൊഴിൽമേള സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ മൊകേരി ഗവൺമെന്റ് കോളേജിലാണ് തൊഴിൽമേള നടക്കുക. +2 ബിരുദ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. നരിക്കുനി സെക്ഷൻ, ചക്കിട്ടപ്പാറ സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ചോങ്ഹിങ്ങിൽ ബോട്ട് മറിഞ്ഞ അപകടം, 3 പേർ മരിച്ചു. ഇസ്രായേലിലേക്കുള്ള കൽക്കരി കയറ്റുമതി നിർത്തിവെക്കാൻ കൊളംബിയ. ഗസയിലെ സിവിലിയന്മാർക്കെതിരായ ആക്രമണം ഇസ്രായേൽ നിർത്തുന്നതുവരെ കൽക്കരി കയറ്റുമതി നിർത്തിവെക്കുമെന്ന് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. പാക് അഫ്ഗാൻ അതിർത്തിയിൽ പാക് സൈനിക ട്രക്കിന് നേരെ ബോംബാക്രമണം. 7 സൈനികർ കൊല്ലപ്പെട്ടതായി പാക് സൈന്യം.
ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.